ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, 2025-26 സാമ്പത്തിക വർഷം പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് 1777.60 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇതിൽ 1316.89 കോടി രൂപയാണ് വകുപ്പിന് ലഭിച്ചത്. അതായത് 420.71 കോടി രൂപ കുറവുണ്ടായിരുന്നു. എന്നാൽ 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ബജറ്റിൽ മുൻ സർക്കാർ പട്ടികജാതി ഉപപദ്ധതിക്കായി ആകെ 3507 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഈ തുകയിൽ പട്ടികജാതി വികസന വകുപ്പിന് 1929 കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1578 കോടി രൂപയുമാണ് വകയിരുത്തിയത്. ഈ സർക്കാർ അവതരിപ്പിച്ച പുതിയ ബജറ്റിൽ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 9.81% 2979.32 കോടി രൂപ വകയിരുത്തി. ഇതിനു പുറമെ സർക്കാരിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ കൂടി അധിക വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. അതായത് ആകെ 3507 കോടി രൂപ തന്നെയാണ് ഈ സർക്കാർ ഈ സാമ്പത്തിക വർഷം വകയിരുത്തിയിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷം പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് 765.06 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ 543.31 കോടി രൂപയാണ് വകുപ്പിന് അനുവദിച്ചത്. അതായത് 221.75 കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ബഡ്ജറ്റിൽ മുൻ സർക്കാർ 1012 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഈ തുകയിൽ പട്ടികവർഗ വികസന വകുപ്പിന് 775 കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 237 കോടി രൂപയുമാണ് വകയിരുത്തിയത്. ഈ സർക്കാർ അവതരിപ്പിച്ച പുതിയ ബജറ്റിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി ആകെ സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 859.48 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിൽ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ കൂടി അധിക വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. അതായത് ആകെ 1012 കോടി രൂപ തന്നെയാണ് ഈ സർക്കാർ പട്ടികവർഗ വികസനത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിവിധ പദ്ധതികൾക്കായി നീക്കിവെച്ചിരിക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ പ്രഖ്യാപനം ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി ലൈഫ് പദ്ധതി നടപ്പിലാക്കിയെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. പട്ടികവർഗ വിഭാഗം ജനതയുടെ സാംസ്കാരിക സംരക്ഷണവും തനത് പാരമ്പര്യ മൂല്യങ്ങളൊക്കെയും പരിപോഷിപ്പിക്കണമെന്നുള്ള ഈ വിഭാഗത്തിൽ ജനതയുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമായിരുന്നു ട്രൈബൽ യൂണിവേഴ്സിറ്റി. രാജ്യത്ത് ഇത്തരം സർവകലാശാലകൾ വളരെ ചുരുക്കമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ എന്നും മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് പട്ടികവർഗ ഗോത്രകലകൾ, പരമ്പരാഗത വൈദ്യരീതികൾ, ജൈവ വൈവിധ്യ സംരക്ഷണം മുതലായവ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ തന്നെ പഠന വിഷയമാക്കുന്ന തനത് സർവകലാശാല ആദിവാസി സമൂഹത്തിന്റെ വിജ്ഞാനത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ വളരെ വിപുലമായ പഠന തൊഴിൽ മേഖലകൾ സാധ്യമാക്കുന്നതിനും ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നതിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാനാകും. പരിമിതമായ വിഭവങ്ങൾക്കിടയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പുതുയുഗ പിറവി സമ്മാനിക്കും എന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞത് അധികാരത്തിലേറി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ അത് പറയുകയും അത് നടപ്പിലാക്കി വരികയുമാണ്. അതുകൊണ്ടാണ് പട്ടിക ജനവിഭാഗങ്ങളുടെ പദ്ധതി ആസൂത്രണത്തിൽ നയാ പൈസയുടെ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി UDF സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിനും വിദ്യാഭ്യാസ ആരോഗ്യ സഹായ പദ്ധതികൾ യഥാസമയം അനുവദിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം ഫലപ്രദമായി നിർവഹിക്കുന്നതിനും അർപ്പണ മനോഭാവത്തോടുള്ള പ്രവർത്തനം നടത്തുന്നതിന് UDF സർക്കാർ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുകയാണ്. ഇനി ഇവിടെ ബഹുമാനപ്പെട്ട ബേപ്പൂർ അംഗവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം അംഗവും ആവർത്തിച്ചു പറഞ്ഞു, SC/ST വിഭാഗങ്ങളുടെ ഫണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി UDF സർക്കാർ വെട്ടിക്കുറച്ചു എന്നുള്ള തരത്തിൽ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സർ, കേരളം രൂപീകൃതമായത് 1956-ലാണ്. ആ 1956-ൽ രൂപീകൃതമായിട്ടുള്ള കേരള സംസ്ഥാനത്തെ ബഡ്ജറ്റ് വീതം ആദ്യമായി ഒരു ഗവൺമെന്റ് ഉത്തരവ് കൊണ്ടുവന്ന് വെട്ടിക്കുറച്ചത് LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആ നിയമം അത് ആർക്കെങ്കിലും ഇനി അതിൽ സംശയമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ അറിവിലേക്കായി തരുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തരൂർ അംഗം അദ്ദേഹം പാലക്കാട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്കുകൾ കൊണ്ട് കഥ പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാം എന്നുള്ള ഒരു ശ്രമം ഇവിടെ നടത്തി. പക്ഷേ പറയാനുള്ളത്
തുക വകയിരുത്തലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറിച്ച് പ്രവൃത്തികളുടെ നിർവഹണം കൃത്യമായി നടത്തുന്നതിൽ ആ സർക്കാർ പരാജയപ്പെട്ടു. 2016-17 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ബഡ്ജറ്റ് വിഹിതത്തിന്റെ വെറും 25% മുതൽ 45% വരെ മാത്രമേ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചതായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ പിന്നെ 2018 നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ 2026 ആയിട്ടും അത് നടക്കാതെ വന്നതിൽ ഒട്ടും അതിശയിക്കാനില്ല എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി അംഗം ശ്രീ IC ബാലകൃഷ്ണൻ ദയവായി മറുപടി പറയാൻ അനുവദിക്കണം എന്ന് ചെയറിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി അംഗം IC ബാലകൃഷ്ണൻ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഊരുകളുടെ പേര് ഉന്നതി എന്നാക്കി കഴിഞ്ഞ സർക്കാർ മാറ്റി. സർ, പേര് മാറ്റുന്നതിലല്ല കാര്യം. ആ കോളനികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ശുദ്ധമായ കുടിവെള്ളവും താമസിക്കാൻ സുരക്ഷിതമായിട്ടുള്ള വീടും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് എത്തിക്കുകയും ചികിത്സ ആവശ്യം വരുമ്പോൾ അത് കൃത്യമായി പാവപ്പെട്ട രോഗികൾക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുശേഷം പേര് മാറ്റാമെങ്കിൽ അത് മാറ്റാമായിരുന്നു. ഇപ്പോൾ നമുക്ക് വിവിധ ഊരുകളിൽ നിന്ന് ഊരു മൂപ്പന്മാരുടെ അപേക്ഷകൾ നിരവധി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അവരുടെ സംസ്കാരത്തോടും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഊര് എന്നുള്ള പേര് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല മൂപ്പന്മാരും ഇവിടെ നമുക്ക് അപേക്ഷകൾ തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അത് സംസ്ഥാന സർക്കാർ നമ്മുടെ ബജറ്റിൽ തന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു PM യൂണിറ്റിന്റെ പ്രവർത്തനം അത് കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. അതുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിച്ച് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സർ, ശ്രീ ബാലഗോപാൽ. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ സംസാരിച്ചപ്പോൾ കണക്കുകൾ സഹിതം പറഞ്ഞാണ് സർ. പല വകുപ്പിലും മന്ത്രിമാരായിട്ടല്ല സാർ സംസാരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ് സാർ. 25%, 40% എന്നൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് ഡീറ്റെയിൽ കണക്കെടുക്കാം. ഇതൊക്കെ ഇപ്പുറത്തിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരും നിലയിലല്ല, ഇതൊക്കെ അക്കൗണ്ടുള്ളതല്ലേ സാർ. അക്കൗണ്ടുള്ള കാര്യങ്ങൾ, ഓഡിറ്റ് ചെയ്ത സാധനങ്ങൾ തെറ്റായി പറയുന്നത് ശരിയാണോ? അത് സംബന്ധിച്ച് അങ്ങനെ തെറ്റായി പറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽസ് എടുത്താൽ അതെന്താ അതിന് പരിഹാരം? അപ്പോൾ ഇത് തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. 25%, 45% അല്ല. അതുകൊണ്ട് തെറ്റായിട്ട് ഇതിനകത്ത് 85% വരെയും 100% വരെയും പൊതുവിലെ SC/ST ഫണ്ട് ചെലവാക്കിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൻ്റെ അടക്കം കാര്യങ്ങൾ, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയരുത്. രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ, ഇതൊരു ഗവൺമെൻറ് ഉത്തരവാദിത്വമാണല്ലോ. തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് അങ്ങയുടെ റൂളിംഗ് വേണം. അത് പരിശോധിച്ചിട്ടേ പറയാവുള്ളത്. ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ഓക്കെ സുമേഷ്, തീർന്നു. പറഞ്ഞല്ലോ, അദ്ദേഹം സംസാരിച്ചല്ലോ. എന്താ പറയൂ, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കൂ. 9 പേർക്ക് സംസാരിക്കാനുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം 733 കോടി രൂപ കഴിഞ്ഞ 10 വർഷം ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്. അന്ന് UDF സർക്കാർ ചെലവഴിച്ചത് അതിനു മുമ്പ് 16 വരെ 56 കോടി രൂപയാണ്. ഈ അന്തരമാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചത്. അതിനെ വസ്തുതാപരമായി മറുപടി പറയുമ്പോൾ പറഞ്ഞത് രേഖയുണ്ടാവരുത്, അത് മാറ്റണം. എല്ലാം പരിശോധിക്കാം, എന്താണെന്ന് നോക്കട്ടെ. 2 കൂട്ടരുടെ രേഖകളും അത് നമ്പറിനെ കുറിച്ചും അതിൻ്റെ ഓരോ സംഖ്യയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് എഴുതി തന്നാൽ അത് ഞാനതിൻ്റെ കൃത്യമായ വിവരം പരിശോധിച്ചതിന് ശേഷം അറിയിക്കാം.